ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. നമ്മൾ ആ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. കമന്റ്സിലേക്കൊക്കെ വരാം. അതിനു മുൻപ് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യ റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. ചൂരൽമല ജംഗ്ഷനിലെ 2 കടകളിലെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് ലഭിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഇവിടെ ഉണ്ടായി. ജൂലൈ 30 പുലർച്ചെ 1 മണിക്ക് ശേഷമുണ്ടായ ആദ്യ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളാണിത്. വെള്ളത്തിനൊപ്പം പാറകളും ചെളിയും തടികളും ഇരച്ചെത്തി. വഴിമാറി ഒഴുകിയ പുഴ ചൂരൽമല ജംഗ്ഷനെ തകർത്തു. നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന നിഷാദിന്റെ ലൈമ ബേക്കറിയിലെ സാധനങ്ങളും ബേക്കിംഗ് യൂണിറ്റും അടക്കം ചെളിയിൽ മുങ്ങി. 60 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമെന്ന് നിഷാദ്. നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി ഡെവലപ്പാക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഒരു 60 ലക്ഷം രൂപ നഷ്ടം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ടൗണിൽ മൊത്തത്തിൽ എല്ലാവർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടങ്ങളുണ്ട്. വെള്ളാർമല സ്കൂൾ പരിസരത്തുള്ള അഷ്റഫിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യാപാര സ്ഥാപനത്തിലെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഫ്രിഡ്ജ് അടക്കമുള്ള ഉപകരണങ്ങൾ ഒഴുകി നടക്കുന്നതാണ് ദൃശ്യത്തിൽ. ചെളി കയറിയ കടയുടെ ശുചീകരണം പുരോഗമിക്കുകയാണ്. 20 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ നശിച്ചുവെന്ന് അഷ്റഫ്. ഏകദേശം ഒരു 10-20 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഒഴുകിപ്പോയി, നശിച്ചുപോയി. ഇന്നലെ തുടങ്ങിയ ക്ലീനിങ് ആണ്. ഇന്നിപ്പോൾ ഈ സമയമായിട്ടും അത് തീർന്നിട്ടില്ല, ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് പലരും വായ്പയെടുത്തു തുടങ്ങിയ സംരംഭങ്ങളാണ് മഹാദുരന്തത്തിൽ നശിച്ചത്. സർക്കാരിന്റെ കരുതൽ ഇവരിലേക്കും ഉണ്ടാകണമെന്നാണ് ആവശ്യം. 24 വയനാട്. അപ്പോൾ എത്രമാത്രം പെട്ടെന്നാണ് ഒരു നാടാകെ ഇല്ലാതായി പോയതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുന്നത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറയാം. ആ സമയം കൊണ്ടൊരു കടയ്ക്കകത്താകെ വെള്ളം കയറുന്ന, അവിടെ ചളിയും ഒക്കെ നിറയുന്ന കാഴ്ച ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. വലിയ നഷ്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപാരികൾ ഒന്നൊന്നായി ഇപ്പോൾ ആ മേഖലയിലേക്ക് വരുന്നുണ്ട്. അത് കടകൾ തുറന്ന് വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ നഷ്ടം സഹിക്കാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും നാളത്തെ യോഗം ഈ ബാങ്കേഴ്സ് സമിതിയുടെ നിർണായക യോഗമാണ്. ആർക്കൊക്കെ ഇതിനകത്ത് ഇളവ് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ വായ്പകൾ എഴുതി തള്ളാൻ പറ്റും, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഒരു കാര്യം ബാങ്കേഴ്സ് സമിതി വ്യക്തമാക്കുന്നു. പൂർണ്ണമായും വായ്പകൾ എഴുതിത്തള്ളാൻ, എല്ലാവരുടെയും വായ്പകൾ എഴുതിത്തള്ളുക അത് അസാധ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഒരു മൊറട്ടോറിയം അത് എല്ലാവർക്കും നൽകിക്കഴിഞ്ഞാൽ ഒരു വലിയ ആശ്വാസമാവും ആ നാട്ടിലെ ജനതയ്ക്ക്. എന്തായാലും ഉരുൾപൊട്ടി ഒഴുകിയ വഴിയുടെ ദുരന്തത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രം നടുക്കുന്ന ആ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. നമുക്ക് ആ ഉപഗ്രഹ ചിത്രങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. കാണാം ഒരു എക്സ്പ്ലെയിനർ. വാഷ്ഡ് അവേ എന്ന തലക്കെട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖല ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവും എന്ന് താരതമ്യം ചെയ്ത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പ്ലാനറ്റ് ലാബ്സിന്റെ സഹായത്തോടെ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രമാണിത്. ജനവാസ മേഖലയായ പുഞ്ചിരിമട്ടത്തിനും കിലോമീറ്ററുകൾ മുകളിൽ മലയുടെ ഉയരത്തിൽ നിന്നാണ് ആ ദുരന്തം പൊട്ടിപ്പുറപ്പെട്ടത്. വെള്ളവും മണ്ണും ഇളകി കൂറ്റൻ പാറകളെ ഒഴുക്കിക്കൊണ്ടുവന്നപ്പോൾ നൂല് പോലെ ഉണ്ടായിരുന്നൊരു പുഴ വലുതായി. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ താഴെയാണ് ആദ്യ കെട്ടിടം അല്ലെങ്കിൽ മനുഷ്യവാസ മേഖലയെ ഉരുൾപൊട്ടൽ വിഴുങ്ങി തുടങ്ങിയത്. പുഞ്ചിരിമട്ടത്തേക്ക് എത്തുമ്പോഴേക്കും 8 കെട്ടിടങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ തകർന്നു. പുഞ്ചിരിമട്ടം കടന്ന് മുണ്ടക്കൈയിലേക്ക് എത്തിയപ്പോഴേക്കും 50 കെട്ടിടങ്ങൾ മണ്ണിനടിയിലായി. മസ്ജിദും മുണ്ടക്കൈ സ്കൂളും പോസ്റ്റ് ഓഫീസും എല്ലാം വിഴുങ്ങി വലുതായ ആ കുത്തൊഴുക്ക് ചൂരൽമലയിലേക്ക് എത്തുമ്പോൾ പരന്ന് കൂടുതൽ വന്യമായി മാറി. വെള്ളാർമല സ്കൂളിനടുത്തേക്ക് ഇരച്ചെത്തി ഉരുൾപൊട്ടൽ ഒഴുക്കിക്കൊണ്ടുവന്നത് അതുവരെ മണ്ണിനടിയിലാക്കിയ 183 കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. പിന്നെ ചൂരൽമല ക്ഷേത്രം, മുണ്ടക്കൈ ചൂരൽമല പാലം, ചൂരൽമല ടൗണിലെ കടകൾ, ഒടുവിൽ വെള്ളരിമലയിൽ 215ാമത്തെ കെട്ടിടം എല്ലാം തച്ചു തകർത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ആ ഉരുൾപൊട്ടൽ ഇരച്ചു പാഞ്ഞു. +215 കെട്ടിടങ്ങൾ, 400-ലേറെ മനുഷ്യർ, കൃഷി, ജീവനോപാധി, ആയുഷ്കാലത്തെ സമ്പാദ്യം, അടയാളം പോലും ബാക്കി വെക്കാതെ ആ ഉരുൾ തകർത്തത് എത്ര ജീവിതങ്ങളാണ്.
അയ്യോ, ആ പ്ലാന്റ് ലാബ്സ് തയ്യാറാക്കിയ ആ ഒരു ഗ്രാഫിക്സ് അതിൽ വളരെ വ്യക്തമാണ്. ഉപഗ്രഹ ചിത്രമാണ്. അത് മുമ്പും ശേഷവുമുള്ള ഈ ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവുമുള്ള അതിൽ വളരെ വ്യക്തമാണ്. ഈ പുഞ്ചിരിമട്ടത്തിന് മുകളിലായി ഏതാണ്ട് 2 കിലോമീറ്റർ മുകളിലായിട്ട് അവിടെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായത്. പിന്നീട് 2 കിലോമീറ്റർ താഴേക്ക് പതിക്കുമ്പോൾ അവിടെ എവിടെയും വീടുകളൊന്നുമില്ല. പക്ഷേ പിന്നീട് ഓരോ വീടുകൾ അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് ആ ഉപഗ്രഹ ചിത്രത്തിലെ ഗ്രാഫിക്സ് സംവിധാനത്തിലൂടെ. അത് അത്രമാത്രം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന കണക്കും ആ ചിത്രങ്ങൾ കാണുമ്പം വ്യക്തമാകുന്നുണ്ട്. ഒരു ചെറിയ പുഴ അത് വലിയൊരു എന്താണ് പറയാ അല്ലേ, ഒരു വലിയ വായ പോലെ പുഴയുടെ ഇങ്ങനെ ആ ഒരു കിടക്കുകയാണ്. ഒഴുക്ക് പോലെയല്ല, പക്ഷെ പുഴ ഗതിമാറി ഒഴുകുകയും ചെയ്തു. ആ ഒരു ശക്തിയിൽ അത്രയധികം കല്ലും മണ്ണും ഒപ്പം കെട്ടിടാവശിഷ്ടങ്ങളും എല്ലാം കൂടി ആ ഒരു മേഖലയാകെ തകർത്തെറിഞ്ഞതിൻ്റെ സാറ്റലൈറ്റ് ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത്. എന്തായാലും അതിൽ തന്നെ എത്ര ഭീകരമാണ് ആ അവസ്ഥ എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. യെസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം, നമുക്കൊപ്പമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം കേന്ദ്രത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി വന്ന് വളരെ വ്യക്തമായ ഒരുപാട് സമയമെടുത്താണ് പ്രധാനമന്ത്രി പ്രദേശങ്ങളൊക്കെ നടന്ന് കണ്ടത്. പക്ഷേ എന്നിട്ടും ഇത്രയും നാളായിട്ടും ഒരു സഹായം, ഒരു ഇടക്കാല ആശ്വാസം പോലും കേന്ദ്രത്തിൽ നിന്നും ഇല്ല എന്ന അതൃപ്തി കേരളം അറിയിക്കുന്നുണ്ട്. ആശ്വാസം ഇനിയും വൈകരുത് എന്നാണ് മന്ത്രിമാർ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള നിവേദനം 2 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് 24-നോടുള്ള പ്രതികരണത്തിലാണ് മന്ത്രിമാർ ഇടക്കാല ആശ്വാസം വൈകുന്നതിലുള്ള അതൃപ്തി അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. ആ പ്രതീക്ഷകൾ അർത്ഥവത്താകണമെങ്കിൽ ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അവർ മനുഷ്യത്വപരമായി തന്നെ ഈ കാര്യങ്ങളെ കാണും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്ന സംശയം ആളുകളുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട നിവേദനം തയ്യാറെന്ന് മന്ത്രി കെ രാജൻ 24 മോർണിംഗ് ഷോയിൽ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിവേദനം സമർപ്പിക്കുമെന്നും ദുരന്തത്തെ L3 വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. L3യിൽ പെടുത്തി ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിലേക്ക് ഈ ദുരന്തത്തെ പെടുത്താൻ പറ്റണം. ഇവിടെയുള്ള കർഷകരുടെ കടങ്ങൾ മരവിപ്പിക്കാനും പുതിയ കടങ്ങൾ എഴുതി തള്ളാനുമുള്ള സാമ്പത്തിക സൗകര്യം വേണം. ദുരിതബാധിതരുടെ പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആക്ഷേപങ്ങൾക്കിപ്പോൾ മറുപടിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട സങ്കടകരമായ ഒരു റിപ്പോർട്ടിലേക്കാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന പിടികൂടി പോലീസ്. അങ്കമാലി പെരുമ്പാവൂർ MC റോഡിലാണ് സംഭവമുണ്ടായത്. വാഹനം പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത് മറ്റൊരു റിപ്പോർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ആ റിപ്പോർട്ടിലേക്ക് വരാം. ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് നൽകുന്നതിന്റെ വിശദാംശങ്ങൾ. അതിന് മുമ്പ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ചേസിങ്ങിലൂടെയാണ് പോലീസ് ഇവരെ പിടികൂടിയതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. YS അഭിനന്ദ് ടെലിഫോൺ ലൈനിലുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇങ്ങനെ നിർത്താതെ പോകാനുള്ള കാരണം എന്താണ്? ഇവരെ പിടികൂടിയല്ലോ, അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അത്തരം വിവരങ്ങളൊക്കെ ലഭിച്ചോ? ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് MC റോഡിലൂടെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് കുതിച്ച വാഹനമാണ് ഇത്തരത്തിലേക്ക് പിടികൂടിയത്. വളരെ സാഹസികമായാണ് പോലീസിനെ ഇവർ പിടികൂടിയത്. പോലീസ് സാധാരണയായി വാഹന പരിശോധനയ്ക്ക് റോഡിൽ നിൽക്കാറുണ്ട്. അതിന് ആ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഇവരെ പിടികൂടാനായിട്ട് എത്തിയത്. ഇവരെന്താണെന്ന് അറിഞ്ഞില്ല. ഇവർ പോലീസിനെ കണ്ടുടൻ തന്നെ വാഹനം ഒരു ഒക്കലിൽ ഉപേക്ഷിക്കുന്നു. ഇവരങ്ങനെ പോകുന്നു. അതിനെ പിന്തുടർന്ന് ഇവർ അന്വേഷണത്തിലാണ്. ഇവർക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. എന്തായാലും ഇവരുടെ വാഹനം പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ തൊടുപുഴ സ്വദേശികളാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങുന്നത്. ഇവർക്കായി ഇപ്പോൾ പോലീസും ഡാൻസ് ഓഫ് സംഘവും ഊർജിതമായ തെരച്ചിൽ നടത്തുകയാണ്. ഇവർ ലഹരി സംഘത്തിൽപ്പെട്ടവരാണ് എന്നുള്ള സംശയമാണ് ഇപ്പോൾ പോലീസിന് നിലവിലുള്ളത്. ശരി, YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതിസാഹസികമായിട്ടാണ് നിർത്താതെ പോയ ആ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. ഇനി കൊൽക്കത്തയിൽ നിന്നുള്ള വാർത്തകൾ നോക്കിയാൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ ഫുട്ബോൾ ആരാധകർ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു.
ഡോക്ടറുടെ കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് മറ്റന്നാളാണ് പരിഗണിക്കുക. സംഭവത്തിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായ 3-ാം ദിവസവും ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? എന്താണ് നിലവിലെ സാഹചര്യം? പ്രതിഷേധമൊക്കെ ഏത് രീതിയിൽ പോകുന്നു? ഒപ്പം സ്വമേധയാ സുപ്രീം കോടതി കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? കൊൽക്കത്തയിലെ മറ്റിടങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുന്നുണ്ടല്ലോ. പ്രവിത, ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലാണ്. ഈ കോളേജിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രതിഷേധം കോളേജിന് മുന്നിലെ സമരപന്തലിൽ നടന്നു വരികയാണ്. ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പ്രതീകാത്മക ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് പുലരും വരെയുള്ള ഈ പ്രതിഷേധം എന്നുള്ളത്. ഇന്ന് ഏറ്റവും ശക്തമായ പ്രതിഷേധം കൊൽക്കത്തയിൽ നടന്നത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലാണ്. അവിടെ ഇന്ന് നടക്കാനിരുന്ന മത്സരം മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം മാറ്റിവെച്ചിരുന്നു പോലീസ് നിർദ്ദേശത്തെ തുടർന്ന്. എന്നാൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനം രണ്ട് ടീമുകളുടെയും ആരാധകർ ഉപേക്ഷിച്ചില്ല. അവർ ഈ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരങ്ങളാണ് ഇന്ന് സ്റ്റേഡിയത്തിനെ വളഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചേർന്നത്. വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യവുമായി എത്തിയ ഈ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് മുതിർന്ന താരങ്ങളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ ഈ പോലീസ് വാഹനം വളഞ്ഞുകൊണ്ട് ആരാധകർ മോചിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കണ്ടു. മണിക്കൂറുകളോളം കൊൽക്കത്ത നഗരം സ്തംഭിച്ചു ആ പ്രതിഷേധത്തെ തുടർന്ന്. സമാനമായ പ്രതിഷേധങ്ങൾ രാജ്യത്തെങ്ങും നടക്കുകയാണ്. വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ടിരിക്കുന്നു. വരുന്ന ചൊവ്വാഴ്ച ചീഫ് ജസ്റ്റിസ് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി ഇന്ന് 3-ാം ദിവസവും ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തു. ഇയാളുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. കൂടാതെ ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾ, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിച്ച് ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ മൊഴികളുണ്ടോ എന്ന് വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ നിലവിൽ അറസ്റ്റിലും CBIയുടെ കസ്റ്റഡിയിലുമുള്ള പ്രതി സഞ്ജയ് റോയ്, ഇയാളുടെ മാനസികാരോഗ്യ പരിശോധന പ്രത്യേക CBI സംഘം നടത്തിയിട്ടുണ്ട്. ഇയാളെ നുണപരിശോധനയ്ക്കായി കോടതിയുടെ അനുമതി നാളെ തന്നെ തേടാനാണ് CBIയുടെ തീരുമാനം എന്നുള്ളത്. കോളേജിൽ ഇന്നും വിദഗ്ധ സംഘം എത്തി 3D ഇമേജിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ കോളേജ് ആക്രമണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിൽ ഈ 76 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. ഇവരുടെ ചിത്രങ്ങൾ പോലീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പിടികൂടിയ 32-ൽ 14 പേർക്കും തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ കേസിലുള്ള പോലീസിന്റെ അന്വേഷണത്തെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ചെയ്ത പ്രമുഖ നേതാക്കൾക്ക്, തൃണമൂൽ കോൺഗ്രസിന്റെ MP, ഒപ്പം തന്നെ DYFI നേതാക്കൾ അടക്കമുള്ള നിരവധി പേർക്ക് എതിരെ ഈ കൊൽക്കത്ത പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു. നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ച ഒട്ടേറെ അക്കൗണ്ടുകൾക്ക് പോലീസ് ക്രൈംബ്രാഞ്ച് വിഭാഗം നോട്ടീസ് അയച്ചത് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിഷേധക്കാർ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ പ്രതിഷേധം കോളേജിലും ഒപ്പം തന്നെ കൽക്കത്തയുടെ മറ്റ് ഇടങ്ങളിലും നടക്കുന്നുണ്ട് എന്നാണ് ബൽറാം നൽകുന്ന ഏറ്റവും പുതിയ വിവരം. ബംഗളൂരുവിൽ നിന്ന് ഇന്ന് മറ്റൊരു റിപ്പോർട്ട് വന്നിരുന്നു. കോറമംഗലയിൽ നിശാ പാർട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ അജ്ഞാതൻ ബലാത്സംഗം ചെയ്തു. ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തയാളാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പ്രതിയെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഇന്നു പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം നിശാ പാർട്ടി കഴിഞ്ഞ് ഹെബ്ബഗോഡയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 22 വയസ്സുള്ള പെൺകുട്ടി കോറമംഗല ഹൊസൂർ റോഡിൽ വെച്ച് ബൈക്ക് യാത്രികനോട് ലിഫ്റ്റ് ചോദിച്ചു. ബൈക്കിൽ കയറ്റിയ യുവാവ് വിജനമായ പ്രദേശത്തെത്തിച്ച് പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. പിന്നീട് പെൺകുട്ടി സുഹൃത്തിനെ വിളിച്ചുവരുത്തിയാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് സൂചന. നഗരത്തിലെ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിനിയാണ് അതിക്രമത്തിന് ഇരയായത്. 24 ബംഗളൂരു.
ഇത് ഒന്നിനു പിറകെ ഒന്നായി ഇത്തരം വാർത്തകൾ വരുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ഈ RG-കർ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടിയുടെ യുവ ഡോക്ടറുടെ കൊലപാതകം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു നഴ്സിന്റെ വാർത്ത നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം വരുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ പലയിടങ്ങളിലായി സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് പ്രവിത മോർ പോസിറ്റീവ് ന്യൂസ് പ്ലീസ് എന്ന് ഷഫീർ പറയുന്നുണ്ട്. അപ്പം ക്വീൻ ഗേൾ പറയുന്നു പ്രവിത ചേച്ചി ഫസ്റ്റ് ശ്രുതി അല്പം പോയി എന്ന് പറയുന്നുണ്ട്. ആ യൂട്യൂബ് ഫേസ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ എന്ന് പറയുന്നത് സൗണ്ട് ട്രിക്ക് അല്ലേ, ഇത്രയും ഓട്ടോ ട്യൂൺ അല്ലേ ഇത്രയും നന്നായി പാടുന്നു. ചേട്ടാ ആ ട്രിക്ക് ഒന്ന് പറഞ്ഞിരുന്നേ നമുക്ക് പ്രയോഗിക്കായിരുന്നു. സാബു വിജയൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ പ്രവിതയുടെ മറുപടിയാണ് വേണ്ടത്. പ്രവിത ഒരു കാര്യം ചോദിക്കണമെന്ന് എന്റെ സുഹൃത്തുക്കൾ പറയുന്നു. ഞങ്ങളുടെ ക്ലബിന്റെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളെ വിളിച്ചാൽ വരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. എവിടെയാണെന്ന് പറയോ? പ്രവിത വരാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതെ പ്രജന ഞാൻ ഓക്കെയാണ്. അതെ. അപ്പം ഹൈഡ്രോസ് പറയുന്നു പ്രവിത പ്രവീൺ അതായത് പ്രജൻ എന്നാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാടുന്നുണ്ടോ, ഞാൻ നിൽക്കണോ പോണോ? നമ്മൾ ആദ്യം പാടിയല്ലോ, അപ്പോൾ ലേറ്റ് ആയിട്ട് വന്ന പ്രേക്ഷകനാണ് എന്ന് തോന്നുന്നു. നന്ദൂസ് വേൾഡ് മറ്റൊരു കാര്യമാണ് പറയുന്നത്. 2018 മുൻപും പിൻപും കേരളം 2 കാലഘട്ടമായിട്ടാണ് അനുഭവപ്പെടുന്നത്. 2018 ശേഷം മനസ്സിനെ മരവിപ്പിക്കുന്ന കൂടുതൽ സംഭവങ്ങൾ, വാർത്തകൾ മാത്രമാണ്. ലോകത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാ എന്ന് ചോദിക്കുന്നത് ഒരു വലിയ ചോദ്യമാണ്. നമ്മളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ട്. KJ തോമസ് ചെയ്തു പ്രജന രണ്ടുപേർക്കും എന്താണ് ദുഃഖം? രണ്ടുപേരും ബ്ലാക്ക് കളർ ബ്ലാക്ക് ഒരുപാട് ഡ്രസ് ഉണ്ട്, അതിലൊന്ന് എന്ന് മാത്രം. അതെ അതെ അതെ. അപ്പോൾ ഒരുപാട് കമന്റുകളുണ്ട്. അപ്പോൾ കമന്റ്സുകൾ പോന്നോട്ടെ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. മാത്രമല്ല ഈ കമന്റ് ബോക്സിൽ ഒതുക്കേണ്ട, നിങ്ങൾക്ക് നേരിൽ വന്ന് കാര്യങ്ങൾ പറയാം. അതിനായിട്ടുള്ള കോഡ് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലോട്ട് വരുന്നു. QR കോഡ് സ്കാൻ ചെയ്ത് ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ മാജിക് സ്ക്രീനിലേക്ക് 24-ന്റെ മാജിക് സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് എത്താം. അപ്പോൾ നേരിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയുകയും ചെയ്യാം. ഇപ്പോൾ കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ നമ്മുടെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. 24-ന്റെ പേജിൽ ഇതേ കോഡ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി സ്കാൻ ചെയ്താലും വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ പെട്ടെന്ന് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ പ്രേക്ഷകർ ആ QR കോഡ് സ്കാൻ ചെയ്ത് വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. നിങ്ങളുടെ ഒരുപാട് കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരു കമന്റ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ആ കമന്റ് വായിക്കാം. ആ കമന്റൊക്കെ നമ്മൾ വായിക്കേണ്ടതാണ്. അത്തരം കമന്റുകൾ വായിക്കുന്നില്ല എന്നൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമന്റ് വായിക്കാം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ID എന്നാണ് ഈ കമന്റ് വന്നത്. ടു ബി ഓണസ്റ്റ്, presentation is not up to the mark, can improve much better എന്ന് പറയുന്നു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന ID. വളരെ ശരിയായിരിക്കാം താങ്കളുടെ അഭിപ്രായത്തിൽ. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതുപോലെ നിർദ്ദേശങ്ങൾ അതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അത് അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ റെഡിയാണ്. ജെറൻ പറയുന്നു പ്രജൻ പ്രവിത ഡെയിലി പാട്ട് പാടണം, ഞങ്ങൾ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഈ ഷോ കാണുന്നത്. നമ്മൾ തുടക്കത്തിലും അവസാനത്തെ ആ സമയത്തും നമ്മൾ എന്തായാലും പാട്ട് പാടും. 2 പാട്ട് പാടാറുണ്ട്. അപ്പോൾ മിനി ബാബു ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന പാട്ട് പാടി തരുമായിരുന്നു, എന്താ പാടാത്തതെന്ന് ചോദിക്കുന്നു. പാടാലോ. തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴിക്കനവ് തേനോറും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും ദീപവും വേളയിൽ എന്തിനിന്നും വന്നു പൂപ്പൈതലേ. ലിറിക്സ് ഒരു പക്ഷേ മാറിപ്പോയേക്കാം, എങ്കിലും ആ പാട്ട് പാടിയിട്ടുണ്ട് മിനി ബാബു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വാർത്തയിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്നൊരു വാർത്തയിലേക്കാണ്. നമുക്കറിയാം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖല അതാകെ ഇല്ലാതായി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ ടൗൺഷിപ്പ് നിർമ്മാണം, അതിലാണ് എല്ലാ പ്രതീക്ഷയും ഉള്ളത്. അപ്പോൾ ആ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതെ, ഭൂമി കണ്ടെത്താൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീതയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയുടെ കണക്ക് നൽകാൻ വകുപ്പുകളോട് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നു. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചത്. സ്ഥലം കണ്ടെത്താനായി ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറും ലാൻഡ് ബോർഡ് സെക്രട്ടറിയുമായ ഗീതയെ ചുമതലപ്പെടുത്തി. വയനാട് മുൻ കളക്ടർ കൂടിയായ ഗീതയ്ക്കാണ് വയനാട്ടിലേക്കുള്ള സഹായം ഏകോപിപ്പിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെയും ചുമതല. ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റിയാലുടൻ ടൗൺഷിപ്പിനുള്ള നടപടികൾ തുടങ്ങും.
മേപ്പാടിയിൽ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമിയുടെ കണക്ക് ശേഖരിക്കാനും നടപടി തുടങ്ങി. ഇതിൽ ഉപയോഗത്തിലുള്ളതും ബാക്കിയുള്ളതുമായ ഭൂമിയുടെ കണക്ക് നൽകാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെ നിർദ്ദേശം. ടൗൺഷിപ്പിന് ഉതകുന്ന ഭൂമി ലഭിച്ചില്ലെങ്കിൽ വനംവകുപ്പിന്റെ കൈവശമുള്ള ഭൂമി പരിഗണിക്കാനും നിർദ്ദേശമുണ്ട്. ടൗൺഷിപ്പിനായി എത്ര ഭൂമി വേണമെന്ന പരിശോധന റവന്യൂ വകുപ്പ് ആരംഭിച്ചു. ഭൂമി കണ്ടെത്തിയ ശേഷം സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുമായും ഭൗമശാസ്ത്ര പഠന കേന്ദ്രവുമായും ചർച്ച നടത്തും. മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാകും ടൗൺഷിപ്പിനുള്ള ഭൂമി സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ നേരിട്ട് നമ്മുടെ വിശേഷങ്ങൾ പറയാൻ ഇപ്പോൾ മാനന്തവാടിയിൽ നിന്നും ഒരു പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുകയാണ്. ഗൗരി ശങ്കർ എന്നാണ് പേരെന്ന്. യെസ്, അതെ, ഗൗരി ഗൗരി ശങ്കർ എന്ന മിടുക്കൻ ഇവിടെ കാണട്ടെ. ഹലോ ഹലോ ഹായ് ഗൗരി ശങ്കർ, ഹലോ കേൾക്കുന്നുണ്ടോ? മോനെ കേൾക്കുന്നുണ്ടോ? അവിടെ ഒരുപാട് പേരുണ്ടല്ലോ. ആരൊക്കെയുണ്ട് അവിടെ? വീട്ടിൽ നിന്നാണോ വിളിക്കുന്നേ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, വേറെ ആരൊക്കെയോ ഉണ്ടല്ലോ. ആരൊക്കെയുണ്ട്? ഓഡിയോ മോന്റെ ഓഡിയോ അത്ര ക്ലിയർ അല്ല. ഓഡിയോ ക്ലിയർ അല്ലല്ലോ കുട്ടാ. മോനെ ഏത് ക്ലാസ്സിലെ മാത്രമേ ഉള്ളൂ. ഓ, അച്ഛനൻ ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. 8ാം ക്ലാസ് ആണ്. ഏത് സ്കൂളിലാ? MGMHS. അതെവിടാ? മാനന്തവാടിയാണോ? മാനന്തവാടി അമ്പൂത്തി. അവിടെ മേപ്പാടിയിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതൊക്കെ വാർത്തകളിലൂടെ കണ്ടില്ലേ? പേടിച്ചോപ്പോ? ഓ കണ്ടു. കണ്ടു. എന്റെ പേടിച്ചോ? നമ്മൾ അച്ഛൻ അടുത്ത് നിന്നിട്ട് എന്തോ പറഞ്ഞ് തരുന്നുണ്ട്. മിടുക്കൻ. അപ്പോ സ്കൂളിൽ എല്ലാ കുട്ടികളോടും പറയുക കേട്ടോ, നല്ല കാര്യമാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഇങ്ങനെ ഒത്തുപിടിക്കുകയാണ്. ഓക്കെ, മോൻ സ്ഥിരമായിട്ട് ന്യൂസ് കാണുന്ന ആളാണോ? കാണൂ, ഇതെപ്പം കാണുന്നയാ. ആണോ? 24 ആണോ കാണുന്നത്? 24 കാണൂ. രാവിലെ 7 മണിക്ക് SKN ഷോയിൽ പോകും. അപ്പം വാർത്തയൊക്കെ നല്ല അപ്ഡേറ്റഡ് ആണല്ലേ? ഇപ്പൊ സ്കൂളില് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ വാർത്ത പറയാറുണ്ടോ? എന്നാലും അങ്ങനെ കഴിഞ്ഞു പോന്ന്. ഗൗരി ശങ്കർ പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ പാടും. എന്നാലും രണ്ടുപേരും പാടിയാ നോക്കട്ടെ. പെട്ടെന്ന് രണ്ടുപേര്. ഏതാ പാടുക? ഇഷ്ടമുള്ള പാട്ട്. ഞാന് ഏതാ പാടുക? മാണിക്യ മലരായ പൂവേ മഹദിയ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. കൊള്ളാം, അടിപൊളി. അമ്മയും അച്ഛനും അടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പേര് അവരുടെ? വീട്ടില് മറ്റാരൊക്കെ ഉണ്ട്? ഇല്ല, ഞാനും മോനും വൈഫ് മാത്രം. അതെയോ? ഓക്കെ. പേര് പറഞ്ഞില്ല. പേര് ബിപിൻ എന്നാണ്, അധ്യാപകനാണ്. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഏത് സ്കൂളിലാണ്? ഞാൻ വയനാട്ടില് മാനന്തവാടി എന്ന സ്ഥലത്ത് എള്ളുമെന്ന് പറയും. ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദി അധ്യാപനാണ്. ഓക്കെ. അപ്പൊ മാഷെ, അപ്പോ വിളിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അമ്മയാണോ? അമ്മയാണ്. ഹായ് ചേച്ചി. അപ്പൊ തുടർന്ന് നമ്മുടെ ഷോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അതെ, ഇനി അത് അങ്ങനെ തുടരുക. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ ഒരു ഫാമിലിയുടെ അടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഗൗരി ശങ്കറും കുടുംബവുമാണ് പാട്ടൊക്കെ പാടി തന്നു, അടിപൊളിയാക്കി. ഈ പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നിപ്പോ രതീഷ് കുളങ്ങര, നമ്മുടെ ഓഡിയോ എഞ്ചിനീയർ ഒരാളായ രതീഷ്, എനിക്ക് ഇന്നൊരു ട്രോൾ അയച്ചു തന്നു. ഒരു ട്രോൾ എന്ന് വെച്ചാൽ അതിനകത്തുള്ള കണ്ടന്റ് ഭയങ്കര രസമാണ്. നമ്മളെ കളിയാക്കുന്നതാണെങ്കിൽ കൂടി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്താണെന്നറിയോ, ഈ കൊല്ലം ജില്ലയിലും കണ്ണൂരിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ PSC എക്സാമിൽ 2 ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം 24 കിട്ടിയെന്നാണ് ആ ട്രോളിൽ പറയുന്നത്. അതായത് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒപ്പം നമ്മൾ മുമ്പ് ഈ ആദിത്യ L1 ഉണ്ടല്ലോ, നമ്മുടെ വാഹനം. അപ്പം ലഗ്രാഞ്ച് പോയിന്റിലേക്ക് പോയ ആദിത്യ L1നെ കുറിച്ച് ചോദ്യം. അപ്പം ആ L1ൽ പറയുന്ന ആദിത്യ പോയ ആ L1ലേക്കുള്ള ദൂരവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ആ 2 ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഒറ്റ ഒരു AR പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കെല്ലാം ആ ഉത്തരം എഴുതാൻ പറ്റിയെന്നാണ് ആ ട്രോളിൽ പറയുന്നത്. അപ്പം അത് ട്രോളാണെങ്കിൽ കൂടി അതിൽ കണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം നൽകുന്നതാണ്.
നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. വാർദ്ധക്യത്തിലെ വിരസത മാറ്റാൻ കോഴിക്കോട് കുണ്ടുപറമ്പിലെ പകൽ വീട്ടിൽ ഒത്തുചേർന്നതാണ് ഒരു കൂട്ടം അമ്മമാർ. ഇന്നവർ തിരക്കിലാണ്. എന്താണ് ആ തിരക്കിന് കാരണം എന്നല്ലേ? ഗ്രാൻഡ് മോം മാജിക് എന്ന പേരിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുകയാണ് ഈ അമ്മ കൂട്ടായ്മ. കളിയും ചിരിയും തമാശയും പകൽ വീട്ടിൽ പതിവാണ്. അതിനിടെ അമ്മമാർക്ക് പുതിയൊരു ആശയം ഉദിച്ചു. പിന്നെ സമയം പാഴാക്കിയില്ല. സ്വന്തം ബ്രാൻഡിൽ ഹാൻഡ് വാഷും ഡിഷ് വാഷും തയ്യാർ. ബക്കറ്റിൽ വെള്ളം എടുക്കും, 20 കുപ്പ് വെള്ളം, അങ്ങനെ ആയിട്ട് 4 ബക്കറ്റിൽ. പിന്നെ അത് കുറച്ച് അതിനകത്ത് അതിൽ തന്നെ പൊടിയിടും, ഒരു ജാതി കെമിക്കലുണ്ട്. അതിട്ടതിന് ശേഷം പിന്നെ ഒരു നെയ്യ് പോലത്തെ ഒരു സാറിൻ്റെ കുപ്പിയിൽ അത് പിന്നെ ഒഴിക്കും. പിന്നെ അത് കഴിഞ്ഞൊരു വെള്ളം പോലത്തെ ഉണ്ട്, അത് വേറൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അത് പിന്നെ കളറ് തരുന്നത്, കളറും ഇതിലേക്ക് പാർന്നിട്ട് അങ്ങനെ ഈ ഇളക്കല്ലാണ് മോനെ ഭയങ്കര ഇതുള്ളത്. 6 ടീമുകളായി തിരിഞ്ഞായിരുന്നു നിർമ്മാണം. ഡിഷ് വാഷിന് നാരങ്ങാ മണമാണ്. 4 തരം ഗന്ധവുമായി ഹാൻഡ് വാഷും. പറഞ്ഞാൽ ഒരു സമയം ചെലവഴിക്കൽ വെറും പാട്ടും കഥ പറച്ചിലും മാത്രമല്ലാതെ സ്വന്തമായി വരുമാനമടക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതിലേക്കെത്തി. ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം എന്നുള്ള നിലക്ക്, നമുക്ക് വീടുകളിലൊക്കെ എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനം എന്നുള്ള നിലക്ക് ഡിഷ് വാഷും ഹാൻഡ് വാഷും ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേരള ഗ്രാമീൺ ബാങ്കാണ് സാമ്പത്തിക സഹായം ഒരുക്കിയത്. വിൽപ്പന നടത്തി ലഭിക്കുന്ന തുകയുടെ വിഹിതം പകൽ വീട്ടിലെ അംഗങ്ങൾക്ക് നൽകും. ഇതിൻ്റെ ഒരു പിന്നെ കുറഞ്ഞൊരു പൈസ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തിരിയായാലും ഇപ്പൊക്കെ ഇവിടെ ജോലി എടുത്ത് കിട്ടുന്നത് ഒരു ഇതല്ലേ, മക്കളോടൊന്നും ചോദിക്കേണ്ടല്ലോ. കോഴിക്കോട്. അപ്പോൾ അമ്മമാര് പൊളിയാണ് അല്ലേ? നല്ല ആശയമാണ്. കാരണം ഇവർ ഈ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്നതിൽ വളരെ ആക്റ്റീവായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ തോമസ് കുട്ടി പറയുന്നത് എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു എന്ന്. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ആ പ്രായത്തിലുള്ളവരൊക്കെ കാണുമ്പോൾ, അമ്മമാരുടെ പ്രായത്തിലുള്ളവരൊക്കെ കാണുമ്പോൾ നമുക്ക് അല്ലേ നമ്മുടെ അമ്മയെ എവിടെയാണെങ്കിലും ഓർമ്മ വരും. ഇതാ ഒരു പുതിയ പ്രേക്ഷകൻ നമ്മുടെ ഷോയ്ക്കുള്ളതായി ലബേഷ് കുമാർ അറിയിക്കുന്നുണ്ട്. ഞാൻ വായിക്കട്ടെ. പ്രജിൻ പ്രവിത പ്രോഗ്രാം സൂപ്പറാണ്. ലബേഷ് ലിബിന, സിവിൽ സ്റ്റേഷൻ കോഴിക്കോട്, അവിടെയാണ് അവരുടെ വീട്. ഞങ്ങളുടെ പെറ്റ് ഡോഗ് ജാനകിയും ഈ പ്രോഗ്രാമിന്റെ വലിയ ഫാനാണെന്ന് പറയുന്നു. അപ്പൊ ജാനകി, ഒരു സല്യൂട്ട്. ജാനകി, അപ്പൊ ഏത് ബ്രീഡാണ് ജാനകി എന്നും കൂടി ഇട്ടോളൂ കേട്ടോ. പ്രജിൻ പ്രവിത പാട്ട് സൂപ്പറാണെന്ന് അലൻ പറയുന്നുണ്ട്. മിനി ബാബു, അത് ശരിയല്ല കേട്ടോ, താമസിയാതെ തന്നെ 24ലേക്ക് ഒരു ചോക്ലേറ്റ് ബോക്സ് എത്തും പ്രജിൻ പാഴ്സലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈൻ ഞാൻ കണ്ടില്ല, രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചെന്ന്. എല്ലാവർക്കും കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് അല്ലേ, നമ്മളത് സ്വീകരിക്കുന്നു. ചുമ്മാ പറഞ്ഞാണ്. അപ്പോ അടുത്ത സെഗ്മെന്റിലേക്ക് പെട്ടെന്ന് പോയാലോ? തീർച്ചയായും. അപ്പോ ശരീരത്തിൽ വൈറ്റമിനുകളുടെ പങ്ക് എന്താണ് അത് ഡോക്ടർ പറഞ്ഞുതരും. അപ്പോൾ വിവിധതരം വൈറ്റമിനുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ പറയാൻ ഡോക്ടർ സൗമ്യ സരൻ എത്തുന്നു. കാണാം ഡോക്ടറിൻ. ഇന്ന് നമുക്ക് വൈറ്റമിനുകളെ പറ്റി സംസാരിക്കാം. നമ്മുടെ ബാലൻസ് ഡയറ്റിലെ ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിനുകൾ. എന്താണ് വൈറ്റമിനുകൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്? നോക്കൂ, എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മുടെ ബോഡിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ആളുകളാണ് വൈറ്റമിനുകൾ. പ്രധാനപ്പെട്ട നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷി നോക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ മുറിവുകളൊക്കെ ഉണ്ടായാൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഓരോ വൈറ്റമിനുകൾക്കും ഓരോ ഫങ്ഷൻസ് ആണ്. അപ്പോൾ പലതരം വൈറ്റമിനുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ഇതിൽ തന്നെ ബിക്ക് പലതരം B1, B2 എന്നൊക്കെ പറഞ്ഞ് പലതരം ബി വൈറ്റമിനുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
ABCDEK ഇത്രയും വൈറ്റമിനുകളുണ്ട്. ഇതിൽ ഓരോ വൈറ്റമിൻ്റെയും ഫംഗ്ഷൻസ് ഡിഫറൻസ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ നമുക്ക് വിഷൻ, നമ്മുടെ കാഴ്ചശക്തിക്കാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വൈറ്റമിനുകളും നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വളരെയധികം അത്യാവശ്യമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ വൈറ്റമിനുകളെ പറ്റിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അത് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നും നോക്കാം. അതെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, വൈറ്റമിൻ എ തൊട്ട് ഡി വരെ, വൈറ്റമിൻ ഇ വരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടെന്ന് നോക്കി അതനുസരിച്ച് സമീകൃത ആഹാരം എന്താണെന്ന് ഡോക്ടർ മുൻപ് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതനുസരിച്ച് കഴിക്കുക. നമ്മുടെ കമന്റ് ബോക്സിലെ പവിത്രൻ പാതിരപ്പൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇനിയിപ്പോൾ പേര് മാറ്റി വല്ല ഗേൾസ് നെയിമും കൂടെ കൊടുക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ നമ്മൾ കമന്റ് വായിക്കുള്ളൂ. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പവിത്രൻ പാതിരപ്പറ്റ ഗേൾ നെയിമാണോ? പറയുന്നുണ്ട് എനിക്ക് വിളിക്കണമെന്നുണ്ട്, ബട്ട് എനിക്ക് നാണമാണ് വിളിക്കാൻ, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. നാണം എന്തിനാണ്? എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിതയിലേക്ക് തുടരുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നല്ല രസമുള്ളൊരു സ്ഥലത്തേക്ക് പോയാലോ? നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, മാത്രമല്ല ഡിഫറെന്റ് കാഴ്ചയാണ്. കൊല്ലത്തേക്കാണ് യാത്ര. കൊല്ലം ചവറ ചെറുശ്ശേരി ഭാഗം സ്വദേശി അരുൺ ഫെർണാണ്ടസിന്റെ വീട്ടിലേക്കാണ് ഈ യാത്ര പോകുന്നത്. വീടിനോട് ചേർന്ന് പൂർണ്ണമായും വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ എന്താകും ആ കാഴ്ച? ഫലവൃക്ഷങ്ങളാൽ സമ്പന്നമായിരിക്കും ആ വീടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അരുൺ ഫെർണാണ്ടസിന്റെ വീട്ടിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ ചവറ ശങ്കരമംഗലത്തിനടുത്താണ് അരുൺ ഫെർണാണ്ടസിന്റെ വീട്. സാധാരണ ഒരു വീടല്ല അരുണിന്റേത്. ആകെയുള്ള 10 സെന്റിൽ വീടും അതിനോട് ചേർന്ന് ഫലവൃക്ഷങ്ങളുടെ വലിയ വനസമ്പത്തും അരുൺ നിർമ്മിച്ചെടുത്തു. വീടിനുള്ളിൽ മിയാവാക്കി വനം, അത് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല. പക്ഷേ അത്തരമൊരു കാഴ്ചയാണ് നമ്മൾ ഈ ചവറയിൽ നിന്ന് കാണുന്നത്. പ്രകൃതിയെ വല്ലാതങ്ങ് സ്നേഹിക്കുന്ന മനുഷ്യരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ എനിക്ക് ചുറ്റും കാണുന്ന ഈ മിയാവാക്കി വനം തന്നെ സൂചിപ്പിക്കുന്നത്. മുന്തിരി, ഗ്രീൻ ആപ്പിൾ, അബ്യൂ, ബ്രസീലിയൻ ചെറി, വിയറ്റ്നാം ചക്ക, ആപ്പിൾ ചാമ്പ, വെളുത്ത ഞാവൽ, പേര, ഓറഞ്ച്, അമ്പഴം, മുസംബി തുടങ്ങി 100 കണക്കിന് ഫലവൃക്ഷങ്ങൾ ഇന്ന് അരുണിന്റെ വീടിനോട് ചേർന്ന് കായ്ച്ചു നിൽക്കുന്നു. ഇതാണ് സ്വീറ്റ് ലൂബിക്ക എന്ന് പറഞ്ഞത്. ഇത് നല്ല മധുരമുള്ള ലൂബിക്കയാണ്. ഇതിപ്പോൾ ഒരു 6-7 വർഷത്തെ ഗ്രോത്താണ് ഇതിനുള്ളത്. ഇത് വളരെ ടേസ്റ്റാണ്, നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അതുകൂടാതെ തന്നെ ബ്രസീലിയൻ ചെറി, അതും ഒരു 10 വർഷമായ പ്ലാന്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രോത്തായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ്. വ്യത്യസ്ത ഇനം മാവുകളുടെ 20-ലധികം ശേഖരവും ഇന്ന് അരുണിന് സ്വന്തമായുണ്ട്. മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കുന്ന അരുണിന് മികച്ച വിളവ് തന്നെയാണ് മണ്ണും നൽകുന്നത്. ഒരു 10-40 വെറൈറ്റി ഉണ്ട്. കാലാപ്പാടി, കോട്ടൂർക്കോണം, ഇങ്ങനെ ഇതെല്ലാം ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തും എല്ലാം നല്ല ഇതുണ്ടാവുന്നുണ്ട്. ചവറ KMML ജീവനക്കാരനായ അരുണിന് പിന്തുണയുമായി ഭാര്യ ഷെറിനും മക്കളും എപ്പോഴുമുണ്ട്. സ്ഥലപരിമിതി കൊണ്ട് കൃഷി ഉപേക്ഷിക്കുന്നവരുടെ നാട്ടിലാണ് ഉള്ള 10 സെന്റിൽ അരുൺ 100 മേനി വിളവ് കൊയ്യുന്നത്. മുന്നൂറിലധികം വ്യത്യസ്ത ഇനം സസ്യങ്ങളാൽ സമ്പന്നമാണ് അരുണിന്റെ ഈ വസതി. ഇന്നത്തെ കാലത്ത് അരുണിനെ പോലുള്ളവർ പുതിയ മാതൃക തന്നെയാണ് ഈ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. യെസ്, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയില്ല, ഒരുപാട് എന്താണ് പറയുക, വീടിനോട് ചേർന്ന് ഒരുപാട് വൃക്ഷങ്ങൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ ടെറസിൽ നിന്ന് കയ്യെത്തുന്ന ദൂരത്ത് ഒരു പേരത്ത ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ വെക്കേഷനിൽ നമ്മുടെ മെയിൻ പരിപാടി അതുമായി ബന്ധപ്പെട്ട് നടക്കുക, ഒരു പേരയ്ക്ക് പറിക്കുക, കഴിക്കുക, ഒരു പേരയ്ക്ക് പറി കഴിക്കുക, തൊട്ടപ്പുറത്തൊരു മാവുണ്ട്, അതിലേക്ക് എറിയുക, മാങ്ങിടുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കും ഉണ്ടായിരുന്നു കശുമാവ്, മാവ്, അങ്ങനെ പലതരത്തിലുള്ള കശുമാവും ഉണ്ടായിരുന്നു. അത് പറിക്കുന്നതും പെറുക്കുന്നതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. റംബുട്ടാൻ ഇപ്പോഴും ഉണ്ട് വീട്ടില്. അപ്പം ഇങ്ങനെ വീടിനോട് ചേർന്ന് മരം ഉള്ള അല്ലെങ്കിൽ ഫലവൃക്ഷ തൈകളുള്ള ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടെങ്കിൽ പറയാമോ? അതായത് വീടിന് കയ്യെത്തുന്ന ദൂരത്തിൽ മരം, അവിടെ നമുക്ക് പറിച്ചെടുക്കാം, കഴിക്കാം, അങ്ങനെയുള്ള ഓർമ്മകൾ ഉള്ള ആൾക്കാർ അതുകൂടി പങ്കുവെക്കുക നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പോൾ അതുകൂടെ വായിക്കാം. പിന്നെ ഒരുപാട് പേര് ഇതാ ഇപ്പോൾ പറയുന്നു,
നന്ദൂസ് ഹിബ സൗദ വേൾഡ്. എന്റെ കമന്റ് വായിക്കാത്തത് കൊണ്ടാണ് ഞാൻ കമന്റ് എഴുതാത്തത്. ഞാൻ പിണക്കമാണ്, എന്നാലും ഞാൻ 24 കാണും. 24 എന്തായാലും കാണാം, കമന്റും വായിക്കുന്നുണ്ട്. നന്ദൂസ് വേൾഡ് പ്രവിത പൂങ്കാറ്റിനോടും കിളികളോടും എന്നുള്ള ആ പാട്ടൊന്ന് പാടുമെന്ന് ചോദിക്കുന്നത്. വളരെ പെട്ടെന്ന് ഞാൻ പാടാം, എനിക്ക് എൻ്റെ ലിറിക്സ് അത്ര വശമില്ല. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കഥകൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകിന. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യൂ ഇത് വെച്ച്. പ്രകൃതിയുടെ വീട് പത്തനംതിട്ടയിലാണോ എന്ന് ചോദിക്കുന്നു. അല്ല, കോട്ടയത്താണ്. അപ്പൊ കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ 24-ൽ കമന്റ് ഇടുന്നത് കൊണ്ട് സമയമില്ല. മിനി ബാബുവിന്റെ ഒരു വെറൈറ്റി കമന്റ് ആണല്ലോ. മിനി ബാബു, മിനി ചേച്ചി കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ 24-ൽ കമന്റ് ഇടുന്നത് ഫുൾ ടൈം 24-ലാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓഡിയോ കോൾ കൂടി ഓപ്ഷൻ വെക്കൂ, ഞാൻ ഡെയിലി വിളിക്കാം. അപ്പൊ ഒരു വെറൈറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുക, അതിനാണ് ഒരു സുഖം. അതാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ് ഷോയുടെ ഇന്നത്തെ നമ്മുടെ വർത്തമാനവും വാർത്തകളും എല്ലാം പൂർത്തിയാവുകയാണ്. അപ്പോൾ നാളെ ഇതേ സമയം 10:30 എല്ലാ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങളെത്തും. അതുവരെ നമ്മളോടൊപ്പം തുടരുക. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബൈ.